ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT സംഘം അന്വേഷണം അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. ജനുവരി 5-ന് ഈ റിപ്പോർട്ട് അന്തിമമായി കോടതിക്ക് സമർപ്പിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു, മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശനിയാഴ്ചയാണ് ഈ വിഷയത്തിൽ SITയുടെ ചോദ്യമുനകൾ ഉണ്ടായത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ ഈ ചോദ്യം ചെയ്യൽ മാതൃഭൂമി ന്യൂസിനോട് സ്ഥിരീകരിക്കുകയും ചെയ്തു. 2019 കാര്യങ്ങളാണ് തന്നോട് ചോദിച്ചറിഞ്ഞത് എന്ന് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കടകംപള്ളിയുടെ വാക്കുകൾ, ഇപ്പോൾ വരുന്ന വാക്കുകൾ. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്, ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? അധികം പ്രതികരണത്തിന് കടകംപള്ളി മുതിരുന്നില്ല. പക്ഷേ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായി എന്ന്. SIT സംഘത്തിന്റെ ചോദ്യം ചെയ്യൽ എന്താണ് ചോദ്യങ്ങളായി കടകംപള്ളി സുരേന്ദ്രന്റെ മുന്നിലേക്ക് വെച്ചത്, അതിന് എന്തൊക്കെ വിശദാംശങ്ങൾ മറുപടിയായി കടകംപള്ളി നൽകിയിട്ടുണ്ട് എന്നൊക്കെ വളരെ ആകാംക്ഷയുള്ള കാര്യങ്ങളാണ്. അതേസമയം നിർണായകമായിട്ടുള്ള ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വിമർശന യുക്തിയോടുകൂടി ഈ വൻ സ്രാവുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല, വൻ തോക്കുകളിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ല എന്ന ഹൈക്കോടതിയുടെ അടക്കം സംശയങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിൽ അന്വേഷണം അവസാനിക്കാൻ ഇനി അധിക നാളുകളില്ല. അങ്ങനെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും മൊഴിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് നമുക്ക് അറിയാറായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കണം, അതോ പേരിന് മാത്രം ഒരു ചോദ്യം ചെയ്ത് ഒരു ഒഴിവാക്കലിലേക്ക് പോകാനാണോ ഉദ്ദേശം? കാരണം കോടതി അതിനിശ്ചിതമായിട്ടുള്ള സംശയങ്ങൾ ഉയർത്തിയ ഒരു കേസിലാണ്. ഇനി അധിക ദിവസങ്ങൾ ഈ അന്വേഷണം തീരാൻ, കോടതി അനുവദിച്ച സമയപരിധി അവസാനിക്കാൻ ഇല്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസത്തിലാണ് ഇപ്പോൾ നിർണായക നീക്കം നടത്തുന്നത്. എന്തൊക്കെ നമുക്ക് പുതിയ വിവരങ്ങൾ ലഭ്യമാണ്? എന്താ പ്രജീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഈ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2019 ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡുമൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്താണ്. അവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നതെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുകയും അവരെല്ലാം ജയിലിലാവുകയും ചെയ്തു. ഈ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മൊഴിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള മൊഴിയാണ് വന്നത്. ആ ഘട്ടത്തിൽ തന്നെ SIT കടകംപള്ളിയുടെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഒരുപക്ഷെ രാഷ്ട്രീയമായ ചില തീരുമാനങ്ങൾ, ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായതുകൊണ്ടാകാം തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം ആ ഒരു മൊഴിയെടുപ്പ് സംഭവിച്ചത്. ഏതായാലും കടകംപള്ളിയോട് സ്വാഭാവികമായിട്ടും പത്മകുമാറിന്റെ അടക്കം മൊഴികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ ഇത്രയും വലിയ കൊള്ള 2019 ദേവസ്വം ബോർഡിന്റെ തന്നെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നിട്ടും അത് മന്ത്രി അറിയാതെ പോയത് എങ്ങനെയാണ്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നതൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും സ്വാഭാവികമായും കടകംപള്ളിയുടെ നേർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതിനെ 2018 മുതൽ 25 വരെയുള്ള എഴുത്തുകുത്തുകളെല്ലാം തന്നെ ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. 2025 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അടക്കം ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ചോദ്യം ചെയ്യേണ്ട അനിവാര്യതയിലേക്ക് അന്വേഷണ സംഘത്തിന് പോയേ മതിയാകുമല്ലേ? തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഒരു അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുന്നത് മാത്രമേ ഉള്ളൂ. കാരണം 2025 PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് എടുത്ത തീരുമാനം 2019 സമാനമാണ്. അന്ന് എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഉരുപ്പടികളെല്ലാം എടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അത് കോടതി നിരീക്ഷിച്ചത് 2019 നടന്ന കൊള്ളയാണെങ്കിൽ ആ കൊള്ള മറയ്ക്കാനുള്ള നീക്കമാണ് 2025 നടന്നത്. അങ്ങനെ വരുമ്പോൾ 2 ദേവസ്വം ബോർഡുകളെ നിയന്ത്രിക്കാൻ ഈ കൊള്ള സംഘത്തിന് കരുത്തുണ്ട്. അപ്പോൾ ഈ കൊള്ള സംഘത്തിന്റെ നേതൃത്വം ആരുടെ അറിവോടെയാണ്? അതൊക്കെയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ആ അന്വേഷണത്തിലേക്ക് SIT കടന്നിരിക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് PS പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ, അതുപോലെ തന്നെ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ. അപ്പോൾ ഇവർക്ക് മുകളിൽ പ്രബലരായ ആരെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ. അതല്ല ആയിരുന്നുവെങ്കിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അയാളുടെ കുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സ്വർണം തട്ടിയെടുത്ത് ഉരുക്കി മാറ്റി അത് വേർതിരിച്ചെടുത്ത് അത് വേറെ ജ്വല്ലറി ഉടമയ്ക്ക് കൊടുത്തു എന്നൊക്കെയുള്ള കേസിൽ അവസാനിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഈ കേസ് അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് കടകംപള്ളിയുടെ മൊഴിയെടുപ്പ്. ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കടകംപള്ളിക്കെതിരെ ഉള്ളതായി എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ലീഡിലേക്ക് എത്തുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ടോ? അതല്ല ഈ പറയുന്ന സ്പോൺസർഷിപ്പിന് വേണ്ടി അല്ലെ സ്പോൺസർ ആകാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളിൽ ഒരു വേള പത്മകുമാർ പോലും ദേവസ്വം വകുപ്പിനെ സമീപിച്ചു എന്ന ഒരു മൊഴി ആദ്യം പറഞ്ഞു, പിന്നീട് അതിൽ നിന്നും മലക്കം മറിഞ്ഞു.
പിന്നീട് അതിലേക്ക് കേന്ദ്രീകരിച്ച് ഒരു പരിശോധനയൊന്നും നടന്നിട്ടില്ല. പിന്നീട് വരുന്ന ചിത്രങ്ങൾ, നമ്മുടെ മുന്നിലുള്ള ചില ചിത്രങ്ങളുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സഹിതമുണ്ട്. അങ്ങനെ മറ്റെന്തെങ്കിലും ലീഡ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? ഈ പത്മകുമാറിന്റെ ഒരു മൊഴി ഉള്ളതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ സൗഹൃദമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചാണ്. അപ്പോൾ ആ കടകംപള്ളിയുമായിട്ടുള്ള ആ സൗഹൃദം ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? അതുവഴി ബോർഡിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ ഇനി കടകംപള്ളിയുടെ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ടാണോ പത്മകുമാറുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയത്? അപ്പോൾ അങ്ങനെയൊക്കെ നേരത്തെ തന്നെ സംശയങ്ങൾ പലത് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിട്ടും ഇത്രയും വലിയ ഉദ്യോഗസ്ഥരും ഒരു ബോർഡ് തന്നെയും, ആ ബോർഡിലുള്ളത് CPM-ന്റെ നേതാക്കളടക്കമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും അന്നത്തെ മന്ത്രിക്ക് അറിയാതെ പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവും ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു കടകംപള്ളിക്കെതിരെ. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുകയുമാണ്. മാത്രമല്ല, അതിന് തുടർച്ചയായിട്ട് പിന്നീട് ഈ 2024 ഈ സ്വർണം കൊണ്ടുപോകാനുള്ള ഒരു എഴുത്തുകുത്തുകൾ നടക്കുകയും അത് എടുക്കാതിരിക്കുകയും ചെയ്തു. 2025 വീണ്ടും അത് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അത് നേരത്തെ തന്നെ PS പ്രശാന്തും ആ ബോർഡും സംശയത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് PS പ്രശാന്തിന്റെ ബോർഡിനെ പിന്നീട് ഒരു അത് ദീർഘിപ്പിച്ച് നൽകാതെ ആ ബോർഡിന്റെ കാലാവധി അവസാനിച്ചപ്പോൾ തന്നെ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറായത്. മറ്റൊരു അവസരം കൂടി അവർക്ക് നൽകാതിരുന്നത്. ഏതായാലും PS പ്രശാന്തിന്റെയും ഈ കടകംപള്ളി സുരേന്ദ്രന്റെയും ചോദ്യം ചെയ്യൽ ഇതിൽ നിർണായകമാണ്. പക്ഷേ അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ വിവാദം മറ്റൊന്നുകൂടിയുണ്ട്. അത് എന്തുകൊണ്ടാണ് അതിന്റെ കൃത്യസമയത്ത് ആ ഒരു മൊഴിയെടുപ്പ് നടക്കാതെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് വൈകിപ്പിച്ചത്? അപ്പോൾ ഒരു സമ്മർദ്ദം SITക്ക് മുകളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നോ? കോടതി തന്നെ വ്യക്തമാക്കിയതാണല്ലോ സംശയം ഉന്നയിച്ചത്. കാരണം പത്മകുമാറിലേക്ക് എത്തിയതിനു ശേഷം ഈ അന്വേഷണം ഒരു മന്ദഗതിയിലേക്ക് പോയി, ഒരു തടസ്സപ്പെട്ട രീതി അല്ലെങ്കിൽ സ്തംഭിച്ച രീതിയിലാണെന്ന് കോടതിക്ക് പോലും ഒരു സംശയം ഉന്നയിക്കേണ്ടി വന്നത്. അവിടെയാണ് ഈ പറയുന്നത് ഇവരൊക്കെ പ്രധാനപ്പെട്ട തസ്തികയിലിരുന്നതാണ്. സംസ്ഥാനത്തെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന ഒരു വ്യക്തി, അതേ വ്യക്തിയുടെ ഏത് പാർട്ടിയാണോ പ്രതിദാനം ചെയ്തിരുന്നത് അതേ പാർട്ടി ഇപ്പോഴും ആ ഭരണ തുടർച്ചയിൽ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വരുത്തുന്ന കാലതാമസം അത് എത്രത്തോളം ഈ അന്വേഷണത്തെ സംശയത്തിന്റെ നിഴലിലാക്കിയിട്ടുണ്ട്, വൈകിപ്പോയി എന്നൊരു തോന്നൽ. കാരണം ഇനി അധിക ദിവസമില്ല കോടതി അനുവദിച്ച ആ ഒരു സമയപരിധി അവസാനിക്കാൻ. ജനുവരി ആദ്യവാരം തന്നെ ഇതിന്റെ ഒരു റിപ്പോർട്ട് എന്തായാലും കോടതിക്ക് മുൻപാകെ ഈ SIT സംഘത്തിന് വെക്കേണ്ടതായുണ്ട്. അപ്പോൾ ഒരു പേരിന് വേണ്ടി ഒരു നേർച്ച പോക്കൽ എന്ന രീതിയിൽ, വഴിപാടെന്ന നിലയിൽ ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു മൊഴി രേഖപ്പെടുത്തൽ എന്ന നിലയിലേക്കാണോ പോകുന്നത്? അങ്ങനെ ഒരു വിമർശനമുണ്ടോ? പ്രതീക്ഷ, അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതിനപ്പുറം ഇതിനകത്ത് ചാർജ് കൊടുക്കുക എന്നുള്ളതാണ്. ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോടതിയിൽ. കാരണം ഇതിനകത്ത് ഏതാണ്ട് 10 പ്രതികൾ അറസ്റ്റിലായി ജാമ്യമില്ലാതെ ജയിലിൽ കഴിയുകയാണ്. അപ്പോൾ അവരുടെ പലരും പ്രബലരാണ്. പുറത്തു വന്നാൽ അവർക്ക് ജാമ്യം കോടതി നിഷേധിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ കേസിന്റെ അന്വേഷണത്തെ അട്ടിമറിക്കാനും സ്വാധീനം ചെലുത്താനും ഒക്കെ ശേഷിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് കൃത്യമായ ആനുകൂല്യം, അതായത് ഈ കൃത്യമായ രീതിയിൽ കുറ്റപത്രം നൽകിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ആനുകൂല്യം ലഭിക്കുകയും അവർക്ക് ജാമ്യം ലഭിക്കുകയും സ്വാഭാവിക ജാമ്യം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 60 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളൊരു വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇപ്പോഴുള്ളത്. പക്ഷേ നമുക്കറിയാം ഈ അന്വേഷണത്തിൽ ഇതുവരെയും ഒരു പ്രധാനപ്പെട്ട ഘട്ടം കടക്കാനുണ്ട്. അങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിർണായക നീക്കം വലിയ വഴിത്തിരിവായി മാറുകയാണ്. അത് പൊളിറ്റിക്കലിയും നിയമപരമായിട്ടും അന്വേഷണം സംബന്ധിച്ചുമൊക്കെ തന്നെ വളരെ ഗൗരവമേറിയ ഒരു ചോദ്യം ചെയ്യൽ, മൊഴി രേഖപ്പെടുത്തലായി ഇത് മാറുന്നു. കടകംപള്ളിയുടെ റോൾ എന്തായിരിക്കാം ഇനി? എന്ത് ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചു? ആ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് കടകംപള്ളി നൽകിയിരിക്കുക എന്നതൊക്കെ വലിയ ആകാംക്ഷയാണ്.